നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ KSRTC സ്റ്റാൻഡിന് സമീപത്താണ്. നമസ്കാരം, ഓട്ടോ ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. നമസ്കാരം ചേട്ടാ, എന്താ പേര് ചേട്ടൻ്റെ? സിദ്ധാർത്ഥൻ. ചേട്ടൻ ഒന്നിങ്ങോട്ട് മുമ്പോട്ട് നിൽക്കോ. നമ്മുടെ കുതിരയുടെ പുറകെ നിൽക്കാൻ പാടില്ല എന്നാണ്. കുതിരയുടെ പുറകെ ചിലപ്പോൾ ചവിട്ടും. ഒന്ന് അടുത്ത് നിന്നാൽ മൈക്ക് കിട്ടിയാനെ. ഒന്ന് ചേട്ടൻ ഒന്ന് അടുത്ത് നിൽക്കോ. എന്താ അടുത്തോളൂ. ഉദയകുമാർ. ചേട്ടൻ്റെ പേര്? ചേട്ടൻ്റെ പേര് നൗഫൽ. ഒന്ന് അടുത്ത് നിന്നോളൂ, കുഴപ്പമില്ല. ഇത്ര അകലം ഉണ്ടല്ലോ, ചവിട്ടില്ല. ചേട്ടൻ്റെ പേരെന്താ? കണ്ണൻ ചേട്ടൻ, ആലപ്പുഴയിലെ കണ്ണൻ. എങ്ങനെയാണോ ജീവിതമൊക്കെ? കുഴപ്പമില്ല, പോകുന്നു. ഇപ്പം ചൂട് കൂടിയോ? ചൂടാ, അന്യായ ചൂടാ. ഇന്നലെ ഒരു ആശ്വാസം മഴ പെയ്തിരുന്നു. ഇന്നലെ ആശ്വാസം മഴ പെയ്തോ? ആലപ്പുഴ രാത്രിയൊക്കെ നല്ല മണ്ണഞ്ചേരി ആലപ്പുഴയിൽ മഴ പെയ്തു കേട്ടോ. അയ്യോ, വെറുതെ പറഞ്ഞ് കൊതിപ്പി. നമ്മൾ ആലപ്പുഴയിലായിരുന്നല്ലോ, അറിഞ്ഞില്ലല്ലോ നമ്മളാരും. ആലപ്പുഴയിൽ എപ്പോഴാണ് രാത്രിയിലാണ് പെയ്തെന്ന് തോന്നുന്നു അല്ലേ? സന്ധ്യ കഴിഞ്ഞില്ല പെയ്താ. ഓ അത് ശരി. അപ്പൊ നമ്മൾ ആലപ്പുഴയിൽ എത്തുന്നതിന് മുമ്പാണ് പെയ്തിട്ടുണ്ടാവും. 10 മണിക്ക് ശേഷം പെയ്തു. ചേട്ടൻ അടുത്തോട്ട് നിൽക്കും. ആലപ്പുഴ അസംബ്ലിയിലെ വടക്കൻ ഏരിയയിലാണ് പെയ്തു. എത്ര വർഷമായിട്ട് ആലപ്പുഴ സ്റ്റാൻഡിൽ ഓടുന്നു? ഞാനിവിടെ ഒരു 24 വർഷം വണ്ടി ഓടാനായിട്ട് 43 വർഷമായിട്ട്. എത്രയാ? 81 തൊട്ട് വണ്ടി ഫീൽഡിൽ തന്നെ. വണ്ടി ഫീൽഡിൽ. ചേട്ടനോ? 14 വർഷമായി. 32 വർഷം. അപ്പോൾ നോക്കൂ, പതിറ്റാണ്ടുകളുടെ ഓട്ടോ പാരമ്പര്യമുള്ള ആൾക്കാരാ. പണ്ടത്തെ ആലപ്പുഴ ഇന്നത്തെ ആലപ്പുഴ വലിയ മാറ്റമല്ലേ? വലിയ മാറ്റമുണ്ട്. വലിയ മാറ്റമാണ്. ഇനിയിപ്പോൾ മാറാൻ പോകുന്നു. മാറണം. മണ്ഡലം സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ? സിറ്റിംഗ് MP മാറുമോ? അത് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഇപ്പൊ. അതെന്താ, മത്സരം കടുക്കും. എങ്ങനെയുണ്ടായിരുന്നു MPയുടെ പെർഫോമൻസ് പൊതുവെ ആലപ്പുഴയിലെ കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണോ? ആണോ? എന്താ അഭിപ്രായം? ആലപ്പുഴ നല്ല മത്സരമാണ്. KC കൂടെ വന്നതോടുകൂടി മത്സരം കടുക്കും ആണോ? 2014 ആലപ്പുഴ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിങ്ങളുടെ ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ? വളരെ കുറവാണ്. ഈ ചൂട് കൂടി, ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വീട്ടിലും വണ്ടിയായി. ഓട്ടോയ്ക്ക് ഓട്ടം കുറവാണ്. ആൾക്കാർക്ക് വണ്ടി ആയതുകൊണ്ടാണോ അതോ ആരും ഇതിനകത്ത്? സ്വന്തം വണ്ടി ഉള്ളതുകൊണ്ട് സ്ത്രീ ജനങ്ങൾക്ക് എല്ലാവർക്കും വണ്ടിയായി. അവരായിരുന്നു ഏറ്റവും കൂടുതൽ. 2 വീലറായി എല്ലാവർക്കും. ഒരു ദിവസം ഇപ്പൊ എത്ര ശരാശരി ഉണ്ടാക്കാൻ പറ്റും? ഒരു 10 മണിക്കൂറൊക്കെ പണിയെടുത്താൽ? 10 മണിക്കൂറെല്ലാം ഒരു 900 രൂപ 800 രൂപ മാക്സിമം ഇപ്പൊ ഓടുന്നുള്ളൂ. അതായത് നമുക്കത് പെട്രോൾ കഴിഞ്ഞ് ലാഭം കിട്ടുന്ന കാര്യമാണോ? മൊത്തം ഓട്ടം ഒരു 500 രൂപ കഷ്ടി കിട്ടിയാലായി. ഇതിന്റെ ഇടയ്ക്ക് പെട്രോളും വാടകയും കൊടുക്കണം. ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. വാടക 300 രൂപ വാടക. കുട്ടികൾ പഠിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ചെയ്യണം അല്ലേ? ആകപ്പാട് സാമ്പത്തിക പണ്ട് സാമ്പത്തിക കുറച്ചുകൂടി ലാഭം ഉണ്ടായിരുന്നു. ഒരു 30 കൊല്ലം മുമ്പല്ലേ ഓട്ടോയ്ക്ക് ഇറങ്ങിയത്? അന്നല്ല, ഈ ഒരു കോവിഡ് വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. അതിന് മുമ്പ് വരെ ഞങ്ങൾക്ക് സുഖമായ ജീവിതമായിരുന്നു. അതായത് കുടുംബം നടന്നു പോയനെ. കുടുംബവും 2 മക്കളെല്ലാം പഠിപ്പിച്ചു. ഈ കോവിഡ് കാലത്ത് കോവിഡ് തകർത്തെറിഞ്ഞ കുറേ മനുഷ്യരുണ്ട്. കോവിഡ് കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ വന്നു അല്ലേ? കോവിഡിന് ശേഷം ഇരുചക്ര വാഹനങ്ങൾ മാത്രമല്ല, മറ്റേ ലൈറ്റ് മോട്ടോറൊക്കെ നമ്മളിവിടുത്തെ പട്ടാള ക്യാൻറ്റീനിൽ ചെന്ന് നോക്കണം. എല്ലാവരും ഇവിടെ വന്ന് ഓട്ടോയ്ക്ക് അവിടെ പോയിക്കൊള്ളുക. ഇപ്പൊ കായംകുളത്ത് അരിപ്പാടും ഒക്കെ ഉള്ളവര് നേരെ കാറുമായിട്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് നോക്കുക. അവിടെ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. കോവിഡിന് മുമ്പ് വണ്ടികൾ കൂടിയതും ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പൊതുവെ. അപ്പം എന്തായാലും മണ്ഡലത്തിൽ കടുത്ത മത്സരം ഉണ്ടാവും അല്ലേ? ഓക്കെ. താങ്ക് യു. രാവിലെ എല്ലാവരും കാപ്പിയോ കുടിച്ചു. അപ്പോൾ സന്തോഷം. ഓക്കെ.